ആൾക്കൂട്ട ആക്രമണങ്ങൾ കേരളത്തിൽ പുതിയ സംഭവമല്ല. എറണാകുളം പെരുമ്പാവൂരിലാണ് സാക്ഷര കേരളത്തെ നാണിപ്പിക്കുന്ന അതിക്രമം ഒടുവിൽ അരങ്ങേറിയത്. ലഹരി വിൽപ്പനക്കാരെന്നാരോപിച്ച 3 യുവാക്കളെ ആൾക്കൂട്ടം പരസ്യമായി മർദ്ദിച്ചു, നഗ്നരാക്കി തല മുണ്ഡനം ചെയ്തു. കണ്ടന്തറ ഭായി കോളനിക്ക് സമീപത്തെ സോഡ കമ്പനിയിലായിരുന്നു സംഭവം. കേസിൽ നാട്ടുകാരായ ഷമീറും സംഘവും പോലീസിന്റെ പിടിയിലായി. ഓപ്പറേഷൻ തൂഫാന്റെ പേര് പറഞ്ഞ് നിയമം കയ്യിലെടുക്കരുതെന്ന് പലകുറി ആവർത്തിച്ചതാണ് പോലീസ്. എന്നാൽ പെരുമ്പാവൂരിൽ നടന്നത് കൊടും ക്രൂരത. സോഡ കമ്പനിയിലെ സൂപ്പർവൈസർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പെരുമ്പാവൂർക്കാരനായ ആൽവിൻ, അൽഫാസ്, ഗോകുൽ എന്നിവർ കണ്ടന്തറയിലെ കമ്പനിയിലെത്തിയത്. മൂവർക്കും നേരത്തെ ഇതേ കമ്പനിയിൽ ജോലി ചെയ്ത് പരിചയമുണ്ടായിരുന്നു. വൈകിട്ട് 4:30യോടെ ആദ്യമെത്തിയ അൽഫാസിനെയും ഗോകുലിനെയും കമ്പനിക്ക് മുന്നിൽ ഷമീറും സംഘവും തടഞ്ഞു. ലഹരി വിൽപ്പനയ്ക്കെത്തിയതല്ലേ എന്ന് ചോദിച്ച മുഖത്തടിച്ചു, മർദ്ദിച്ചു, അസഭ്യം പറഞ്ഞു. ജോലിക്കെത്തിയെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല. പിന്നാലെ എത്തിയ ആൽവിനെയും സമാന രീതിയിൽ ഉപദ്രവിച്ചു. തുടർന്ന് കമ്പനിക്കുള്ളിൽ ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന ഷെഡിൽ കയറ്റി വാതിലടച്ചു. അകത്തുണ്ടായിരുന്ന ഇതര സംസ്ഥാനക്കാരനെ പുറത്താക്കി. വാതിലിന്റെ പട്ടിക വെച്ച് യുവാക്കളെ മർദ്ദിച്ചു. ആൽവിനെയും അൽഫാസിനെയും നഗ്നരാക്കി. തുടർന്നാണ് മൂവരെയും റോഡിലേക്ക് വലിച്ചിഴച്ചിറക്കിയത്. റോഡിന് മുന്നിൽ കുന്തൻകാലിലിരുത്തി. തൊട്ടടുത്തുള്ള ബാർബർ ഷോപ്പിലെ തൊഴിലാളിയെ വിളിപ്പിച്ച് മൊട്ടയടിപ്പിച്ചു. സ്ഥലത്തു നിന്നും ഒരുവിധം ഓടി രക്ഷപ്പെട്ട 3 പേരും ബന്ധുക്കളോട് വിവരം പറഞ്ഞു. പോലീസിന് പരാതി നൽകി. സോഡ കമ്പനിയിലെ CCTV പ്രവർത്തിക്കുന്നില്ല. സംഭവത്തിൽ കലാപം സൃഷ്ടിച്ചതിനും അന്യായമായി സംഘം ചേർന്നതിനും മർദ്ദിച്ചതിനും യുവാക്കളെ തടഞ്ഞുവെച്ചതിനുമടക്കം കേസെടുത്ത പോലീസ് പ്രതികളെ എല്ലാവരെയും പിടികൂടി. കണ്ടന്തറയിൽ തന്നെ താമസിക്കുന്ന ഷമീറിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. എല്ലാവരുടെയും അറസ്റ്റും രേഖപ്പെടുത്തി. മർദ്ദനമേറ്റ ആൽവിൻ നേരത്തെ ലഹരി ഉപയോഗിച്ച കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.